പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ ഗുഡ്നസ് ടി വിയിലെ കടുകുമണി എന്നുള്ള ഈ ശുശ്രൂഷയിൽ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ചില തിരുവചനങ്ങളാണ് ധ്യാന വിഷയമാക്കുന്നത്. ഞാൻ വായിക്കാം. യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു. അവൻ യജമാനൻ്റെ പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ എന്ന് പറയുന്ന റോമൻ പട്ടാളക്കാർ 100 പട്ടാളക്കാരുടെ അധിപനാണ് ശതാധിപൻ. റോമൻ പട്ടാളക്കാർക്ക് യേശുവിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ചില ആകർഷണങ്ങളുണ്ടായിട്ടുണ്ട്. യേശുവിനെക്കുറിച്ചുള്ള കേട്ടറിവിലൂടെ ഉണ്ടായ ചില ആകർഷണങ്ങൾ, അതിലൂടെ ഉണ്ടായ ഒരല്പവിശ്വാസം. പക്ഷേ ഈ ശതാധിപൻ്റെ പ്രത്യേകത നമ്മുടെ വിശ്വാസത്തെ അതിശയിപ്പിക്കുന്ന, അതിലംഘിക്കുന്ന വലിയൊരു വിശ്വാസത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ശതാധിപൻ. തുടർന്ന് അദ്ദേഹത്തിൻ്റെ അധരങ്ങളിലൂടെ ആ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ അടുത്ത വാക്കാണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കേണ്ടത്. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. യേശുവിനെക്കുറിച്ച് കേട്ടതേ ഉള്ളൂ അയാൾ. അതിൻ്റെ അർത്ഥം എന്താ? ഇയാൾ യേശുവിനെക്കുറിച്ച് കേൾക്കാൻ കാരണമായത് എന്തുകൊണ്ടാണ്? യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച ആരോ യേശുവിനെക്കുറിച്ച് അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഭൃത്യൻ തന്നെ ആയിരിക്കാം. യേശുവിനെക്കുറിച്ച് ഇയാൾ എങ്ങനെ അറിഞ്ഞു? അറിയാനുള്ള കാരണം യേശുവിനെ അറിഞ്ഞവർ, അനുഭവിച്ചവർ യേശുവിനെക്കുറിച്ച് ഈ ശതാധിപനോട് പറയാനിടവന്നു. നമ്മൾ എവിടെയെല്ലാം യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ടോ, യേശുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ചും യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചും യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും യേശു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും അവസരം കിട്ടുമ്പോൾ പറയണം. അതിനുള്ള അവസരം എവിടെയെങ്കിലേക്ക് ഒരുങ്ങി വരുമ്പോൾ നമ്മൾ പറയണം. യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളും യേശു മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളും പറയുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ സുവിശേഷ വേല ആരംഭിക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് ഞങ്ങളൊരു 3-4 പേര്, എനിക്ക് ആരെയും പരിചയമില്ല, അവരെല്ലാവരും എന്നെ ടെലിവിഷനിൽ അല്ലെങ്കിൽ ചാനലിലൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ട്. ഷാലോമിലും ഷക്കീനായാലും ഗുഡ്നസ് ടി വിയിലൊക്കെ എന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് അവർ എൻ്റെ അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നവരാണ്. എല്ലാവരും ഉയർന്ന പദവിയിലിരിക്കുന്നവരാണ്. ഞാൻ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. അവർ 4 പേരുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു പൊതുസമ്മേളനത്തിനായിട്ട് മീറ്റിങ്ങിനുമായിട്ട് ഡൽഹിക്ക് പോകുന്നവരാണ് അവർ. അപ്പോൾ ഞാൻ അവരുടെ അടുക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരെന്നോട് സംസാരിക്കുന്നു. നല്ല മാന്യമായ സംസാരമുള്ളവർ. എന്നെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിയണം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ പേരും ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ അമേരിക്കയിൽ ഫ്ലോറിഡ ധ്യാന കേന്ദ്രത്തിലാണ്, ഫ്ലോറിഡയിലുള്ള ടാമ്പ ധ്യാന കേന്ദ്രത്തിലാണ്. അപ്പോൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് അതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, പക്ഷേ അച്ഛൻ്റെ മലയാള ശുശ്രൂഷ ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മുരുകൂരായിരുന്നു ഇതിന് തൊട്ട് മുമ്പ്, അവിടെ 8 വർഷം ഉണ്ടായിരുന്നു. പറഞ്ഞ ഉടനെ പറഞ്ഞു, അച്ഛൻ ആ മുരുകൂര് ശുശ്രൂഷ ചെയ്ത സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചു. ഒരു രോഗശാന്തിയെക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ വിശദീകരണം ചോദിച്ചു, കാരണം ഒത്തിരി രോഗശാന്തികൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഉടനെ അദ്ദേഹം പറഞ്ഞു, പേരും നാടും വീടും ഒക്കെ പറഞ്ഞ് രോഗത്തിൻ്റെ വിശദാംശം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ആ സംഭവമുണ്ട്. അവിടെ എങ്ങനെയാണ് രോഗശാന്തി ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിൽ നിന്നും പരിചയമുള്ള ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ രോഗം മാറണമേ എന്ന് വ്യക്തിപരമായ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ അവിടെ വചനം പ്രഘോഷിച്ചു. വചനം പ്രഘോഷിച്ചപ്പോഴാണ് അവിടെ സൗഖ്യമുണ്ടായത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ വചനം എന്ന് പറഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബൈബിൾ. അദ്ദേഹം ഒരു അക്രൈസ്തവനാണ്. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. പക്ഷേ ഒരു അക്രൈസ്തവ യുവതിയെ വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം അത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, ഈ വചനം വായിച്ച് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അച്ഛനെന്ത് ഉദ്ദേശിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ബൈബിളിലുള്ള തിരുവചനത്തിന് ശക്തിയുണ്ട്, ജീവനുണ്ട്, സന്ദേശമുണ്ട്, അതിന് പ്രകാശമുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞു കൊടുത്തു. കുറച്ച് വചനങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് യോഹന്നാൻ 8:36, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുമെന്നും, യോഹന്നാൻ 8:32, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നും,
അപ്പോഴെന്താണ് സത്യം? യോഹന്നാൻ 17:12 അവിടുത്തെ വചനമാണ് സത്യം എന്നുള്ളതും, ആരാണ് ഈ വചനം, എന്താണ് ഈ വചനം? യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നുള്ള വചനവും. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചെന്ന വചനം കൂട്ടിച്ചേർത്ത് പറഞ്ഞ്, ഇണവചനങ്ങൾ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് യേശുവിൻ്റെ വചനത്തിലൂടെ യേശു പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം എൻ്റെ അടുത്ത സീറ്റിൽ നിന്ന് ആളോട് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്ന് പിന്നെ കൂടുതൽ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം 10-15 വയസ്സാകും വിശ്വാസം നഷ്ടപ്പെടുത്തി. 25 കല്യാണം കഴിക്കുമ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച് കല്യാണം കഴിച്ചു. അതും ഒരു വിഗ്രഹാരാധന സ്ഥലത്ത് പോയിട്ട് വിവാഹ നടപടിയിലേക്ക് ഇറങ്ങിയ ഒരാളൊക്കെയാണ്. അദ്ദേഹം പൂർണ്ണമായിട്ടും യേശുവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നയാൾ. പക്ഷേ ഞാനിത് പറഞ്ഞ് കേട്ട് യേശുവിനെക്കുറിച്ച് കുറച്ച് നേരം കേട്ട ഉടനെ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ കൂടെ സംസാരിക്കണം, ഫാദറിൻ്റെ കൂടെ സംസാരിക്കണം. എന്നിട്ട് ദുബായ് വരെയുള്ള സമയത്ത് ഞങ്ങൾ കൂടുതലേറെ സംസാരിച്ചു. അപ്പോൾ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഈ മനുഷ്യൻ ദുബായിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ നമ്പറൊക്കെ മേടിച്ചതിന് ശേഷം എൻ്റെ ഇമെയിൽ ഐ ഡി മേടിച്ചിട്ട് ഞാനുമായിട്ട് നിരന്തരമായി കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുക ഞാൻ ഒരിക്കൽ പോട്ട കൺവെൻഷന് വേണ്ടി ഇവിടെ വരുന്ന വഴിക്ക് പോട്ട കൺവെൻഷൻ ശുശ്രൂഷ ചെയ്യുന്ന നേരത്തെ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാദറിനെ അന്ന് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയും കൂടെ വന്ന് മുരുകനൊരു ധ്യാനം കൂടി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പൂർണ്ണമായിട്ട് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നു. എൻ്റെ ഭാര്യയ്ക്ക് പണ്ട് മുതലേ യേശുവിലൊരു വിശ്വാസം ആകർഷണമുണ്ട്. കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതായതുകൊണ്ട് ഞാനാണ് അവളെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചയാളായിരുന്നെങ്കിലും അന്ന് യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും യേശുവിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് യേശുവിലേക്ക് തിരികെ പോകാൻ സാധിച്ചതെന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് വീണ്ടും ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം മക്കളെല്ലാവരും മാംസം മുക്കി, അവരും മാംസം മുങ്ങി വളരെ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അതായത് യേശുവിനെക്കുറിച്ച് കേട്ടതുകൊണ്ടാണ് ഈ ശതാധിപൻ യഹൂദ പ്രമാണികളുടെ അടുത്ത് എന്നിട്ട് യേശുവിൻ്റെ ശക്തിയാൽ തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ഞാൻ വിചാരിക്കുന്നത് തെളിവൊന്നുമില്ല, ഒരുപക്ഷെ ഈ ഭൃത്യൻ വഴി തന്നെ ആയിരിക്കാം യേശുവിനെക്കുറിച്ച് അദ്ദേഹം കേട്ടത്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ യേശുവിനെ അവർക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കും? യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും യേശുവിൻ്റെ പേരും പറഞ്ഞ് ആരും തർക്കിക്കാൻ പോകരുത്. രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ പേരിൽ മറ്റൊരു മതത്തെയോ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ മറ്റൊരു മത ആചാരാനുഷ്ഠാനത്തെ കളിയാക്കുകയോ പുച്ഛിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് പരസ്നേഹത്തിന് വിരുദ്ധമായ പാപമായി വരും. പാപത്തിലൂടെ ഒരു പുണ്യം ചെയ്യാൻ പാടില്ല. മറ്റു മതവിശ്വാസങ്ങളെയോ മറ്റു മതാനുയായികളെയോ അല്ലെങ്കിൽ മതസ്ഥാപകരെയോ ആരെയെക്കുറിച്ചും ഒരു ദുഷിച്ച വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരരുത്. മറ്റു മതങ്ങളോട് ആദരവ് കാണിക്കണം, മറ്റു മതവിശ്വാസികളോട് ആദരവ് കാണിക്കണം. പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുക എന്ന് പറയുമ്പം എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയുടെ ഒരു പ്രത്യേകമായ ഹൃദയബന്ധം കൊണ്ടിരിക്കുക, രക്തബന്ധം കൂടാതെ അങ്ങേയറ്റത്തെ വലിയൊരു മാനസിക വൈകാരിക ഐക്യം കൊണ്ടിരിക്കുക എന്ന് കരുതി എനിക്ക് അയൽപക്കത്തുള്ള മാതാപിതാക്കളോട് ബഹുമാനം ആദരവ് ഉണ്ടാകാൻ പാടില്ലെന്നുണ്ടോ? അവരെ കുറ്റം പറഞ്ഞാൽ, അവരെ ചീത്ത വിളിച്ചാൽ എൻ്റെ അപ്പനമ്മയുടെ സ്നേഹം തെളിവാക്കാൻ പറ്റുള്ളൂ? അല്ല. അതുപോലെ യേശുവിനെക്കുറിച്ച് പറയാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പറയണം. പക്ഷെ അത് വേറൊരാളെ ബുദ്ധിമുട്ടിപ്പിച്ചുണ്ടാകരുത്. രണ്ട്, നമ്മൾ കേൾക്കുന്ന നമ്മുടെ ശ്രോതാവിന് അത് സ്വീകാര്യമാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സംസാരിച്ചു തുടങ്ങുമ്പോൾ അറിയാം അദ്ദേഹം ആ കാര്യത്തിൽ താല്പര്യമുള്ള ആളാണോ എന്ന്. താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കരുത്. താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാൻ. പെട്ടെന്ന് ഉദാഹരണം പറയാം. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വഴിക്ക് ഒരു മന്ത്രി എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് തൊട്ടടുത്ത് വന്നിരുന്നു. അപ്പോൾ ഈ മന്ത്രി അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉടനെ പിന്നെ വളരെ വലിയ ദൈവദൂഷണം പറഞ്ഞുകൊണ്ട്, എനിക്കതൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈദികരെക്കുറിച്ചും സഭയെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും അല്പം കുറ്റപ്പെടുത്തി സംസാരിച്ചു. അപ്പോൾ എന്നോട് ഈ മന്ത്രി പറഞ്ഞു, ഫാദറിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക, ഇയാൾ നല്ല മനുഷ്യനാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായ ഒരാളാണ് ഈ പറഞ്ഞ ആൾ. അവിടെ ഞാൻ അദ്ദേഹത്തോട് യേശുവിനെക്കുറിച്ച് പറയാൻ തുനിഞ്ഞില്ല. കാരണം അദ്ദേഹം ഹൃദയം തുറക്കില്ല, മനസ്സ് തുറക്കില്ല, ഓപ്പണല്ല. അപ്പോൾ യേശുവിനെക്കുറിച്ച് പറയാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പറയുമ്പോൾ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ ജീവനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക്
യേശുവിലേക്ക് ഒരു ആകർഷണം കിട്ടും. അങ്ങനെയാണ് ഈ ശതാധിപനെ ആകർഷണം കിട്ടിയത്. നമുക്ക് കിട്ടുന്ന അവസരം എല്ലാം ഉപയോഗിക്കാം. യേശുവിനെ കൊടുക്കുന്ന ശുശ്രൂഷയിൽ പങ്കാളികളാകാം. ഈശോയെ അവസരം കിട്ടുമ്പോഴൊക്കെ യേശുവിൻ്റെ ജീവൻ പകർന്നു കൊടുക്കാൻ, അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ തിരുവചനത്തെക്കുറിച്ച്, അങ്ങയുടെ ശക്തിയെക്കുറിച്ച്, അങ്ങയുടെ ദൈവത്വത്തെക്കുറിച്ച് അവരോട് പറയാവുന്ന വിധത്തിലെല്ലാം പറയുവാൻ, അങ്ങനെ സുവിശേഷ വേല ചെയ്യാനുള്ള കൃപയും അനുഗ്രഹവും അവസരവും ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.